ഇന്നത്തെ നമ്മുടെ റെസിപ്പി കറിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ബാലൻസ്ഡ് ഡിന്നർ റാപ്പാണ്. നമ്മുടെ വീട്ടിൽ മാവ് ബാക്കി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ഒരു ഈസി ഡിന്നർ റാപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ചോപ്പ് ചെയ്തതാണ്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ചോപ്പ് ചെയ്തിട്ട് തന്നെ ചേർക്കണം. ഇനി ഞാൻ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. സ്മിത്ത് ആൻഡ് ജോൺസിൻ്റെ ബ്രാൻഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ചോപ്പ് ചെയ്തിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയും. ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. രണ്ടും ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ റാപ്പിലേക്കുള്ള ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. എല്ലാം നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ നല്ല രീതിയിൽ റാപ്പിലൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റി എല്ലാം തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ക്യാരറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്ന ചേരുവകളെല്ലാം തന്നെ ഉപ്പുണ്ട്. ഇനി നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാലകളുടെ പച്ചവും മാറുന്നത് വരെ വഴറ്റാം. ഇതിനകത്ത് ഒരുപാട് സ്പൈസി മസാലകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഞാൻ ഇവരുടെ 100 ഗ്രാം ചിക്കൻ എടുത്തിട്ട് ബോൺലെസ് ആയിട്ട് ചിക്കൻ എടുത്തിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് വേവിച്ചിട്ട് അത് നമ്മൾ ഇതിനകത്ത് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ മസാലയൊക്കെ ഇതിനകത്തൊക്കെ വളരെ കുറച്ച് അളവിൽ മസാല ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അധികം മസാലയൊന്നും ഇതിൽ ചേർക്കേണ്ട. ഡിന്നർ റെസിപ്പി ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് 1/4 കപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് ഓപ്ഷണലാണ്. ചേർത്താൽ എക്സ്ട്രാ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പ്രോട്ടീൻ റിച്ചും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ട് ഇതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫ്രോസൺ ഗ്രീൻസിന് അധികം വേവില്ല കേട്ടോ. നമ്മുടെ സാധാ മറ്റ് ഗ്രീൻ പീസ് ആണെങ്കിൽ കുതിർത്ത് വെച്ച് വേവിച്ചൊക്കെ എടുക്കേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റായിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ട, കുറച്ച് അല്പം ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ബീറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് അതിനേക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഒരുപാട് ഓവറായിട്ട് ഈ മുട്ട കുക്ക് ചെയ്തെടുക്കണ്ട കേട്ടോ. അതായത് മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് വന്നാൽ മതി. കാരണം ഇരിക്കുന്തോറും മുട്ട കുക്കാവുമല്ലോ. ഒരു ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കണ്ട. നമുക്ക് ഈ റാപ്പിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് എടുക്കാനുള്ളതാണ്. ആ ഒരു മോയിസ്റ്റൻ ആയിട്ട് ഉണ്ടാവണം ആ ഫില്ലിങ്. ഈ ലാസ്റ്റ് കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇത് നമുക്ക് മാറ്റിയിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ റാപ്പ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് പറയുന്നത് ദോശമാവിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ദോശമാവ് ബാക്കി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിന്നറാണ്. നമ്മൾ ദോശയും ചട്നിയും കറികളൊക്കെ എല്ലാം ഉപയോഗിക്കുക. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു റാപ്പാക്കിയിട്ട് നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിന്നറായിരിക്കും കേട്ടോ ഇത്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ദോശ ഒരുപാട് നൈസാക്കിയിട്ട് പരത്തണ്ട കേട്ടോ. ഇങ്ങനെ പരത്തിയാൽ മതി. നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പരത്താം. ഞാനിപ്പോൾ കുറച്ചൊരു ഇങ്ങനെ ഇതിനാണ് പരത്തിയിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അമർത്തിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലപോലെ അമർത്തി വെച്ച് കൊടുത്താലേ ഉള്ളൂ ആ റാപ്പ് ആ ഉള്ളിൽ റാപ്പ് ചെയ്ത് വരുമ്പോൾ അത് പുറത്തേക്ക് വീഴാതിരിക്കുകയുള്ളൂ. ഇനി ഇത് നമുക്ക് തിരിച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെ നാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ദോശ ആയതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് ആ നെയ്യിൻ്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ നെയ്യ് ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഗുഡ് ഫാറ്റിൻ്റെ സോഴ്സ് നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു റെസിപ്പിയിലെന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ മുട്ടയും ചിക്കനും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഗ്രീൻ പീസും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ വളരെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെയ്യ് ഒരല്പം ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ ഗുഡ് ഫാറ്റ് സോഴ്സ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. താല്പര്യമില്ലാത്തവർക്ക് വേണമെന്നില്ല. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും നമുക്ക് എൻഹാൻസ് ചെയ്ത് കിട്ടും. നെയ്യൊക്കെ ചേർക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ദോശയിലൊക്കെ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. ഗീ കോമ്പിനേഷൻ ദോശയ്ക്ക് നല്ല അടിപൊളിയാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ 2 സൈഡ് നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറായി വരുമ്പോൾ നന്നായിട്ട് ക്രിസ്പിയാവും നമുക്കെടുത്ത് മാറ്റാം.
അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരു 5 ദോശ ഇങ്ങനെ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലോണം ഫില്ല് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഫില്ലിങ് കുറയ്ക്കുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 7 എണ്ണം കൂടെ ഒക്കെ കിട്ടും കേട്ടോ. ഈ ഒരു അളവിലാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഫില്ലിങ്ങിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്, ബാറ്ററിൻ്റെ അളവല്ലേ, ഫില്ലിങ്ങിൻ്റെ അളവാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫില്ലിങ് ആവും ചെയ്യും. എന്നാൽ രാത്രി ഒരുപാട് ഹെവി ഫീലിംഗ് ഇല്ലാനും എന്നാൽ നല്ല നമുക്ക് വയറ് ഫില്ലായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. എല്ലാ ന്യൂട്രീഷൻസും നമുക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. ഒരുപാട് കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇതിൻ്റെ കൂടെ ഒരു നമുക്ക് കുറച്ച് വെജീസ് ആഡ് ചെയ്ത് കൊടുക്കാം, കുക്കുംബറോ അല്ലെങ്കിൽ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. പിന്നെ നമുക്ക് മിൽക്ക് നമ്മൾ രാത്രി നമ്മൾ കുടിക്കുന്ന രീതിയിൽ നമുക്ക് കുട്ടികൾക്കും അങ്ങനെ ചെയ്താൽ മതി. ഒരു ഗ്ലാസ് പാലും കൂടി ആഡ് ചെയ്താൽ ഫുൾ കംപ്ലീറ്റ് ബാലൻസ്ഡ് ആയി. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ദോശമാവൊക്കെ ബാക്കിയിരിപ്പുണ്ടെങ്കിൽ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനലായിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാൻ, കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല നന്നായിട്ട് ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഉള്ളത്. ചൂടോടുകൂടി തന്നെ കഴിക്കുക. കാരണം ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവുമല്ലോ, ആ ക്രിസ്പിനെസ്സിൽ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചട്നി വേണമെങ്കിൽ ചട്നി ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മയോണൈസ് ആക്കാം. അങ്ങനെ എന്തെങ്കിലും ഹെൽത്തിയാണ് മയോണൈസ് എന്നാലും വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ ചട്നി, ഞാനിതിന് മുന്നേ ചട്നീൻ്റെ പോസ്റ്റ് ചെയ്തിട്ടില്ല, അതും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈസി റാപ്പ് വേണോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റസ്നാസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.